കോഴിക്കോട്ടെ കെഎസ്ആർടിസി ബസ് സമരം ഭാഗികമാണ്. രാവിലെ മുതൽ ഒറ്റ സർവീസുകളും മുടങ്ങിയിട്ടില്ലെന്ന് കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി. സർക്കാർ അനുകൂല സംഘടനകളെ മുൻനിർത്തി സമരം പൊളിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് ടിഡിഎഫിന്റെ ആരോപണം. രാവിലെ പണിമുടക്ക് ആരംഭിച്ചെങ്കിലും കോഴിക്കോട് ഡിപ്പോയിൽ ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ലെന്നാണ് കെഎസ്ആർടിസി അധികൃതർ പറഞ്ഞത്. താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം തുടങ്ങി ഡിപ്പോയിലും സർവീസിന് മുടക്കമില്ല. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി സർവീസുകൾ നടത്തുകയാണ് കെഎസ്ആർടിസി. സർക്കാർ അനുകൂല സംഘടനകളെ ഉപയോഗിച്ച് പണിമുടക്ക് പൊളിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ടിഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു. പൊതുജനങ്ങളുടെ ഇടയിലും നമ്മളുടെ കുടുംബത്തിന്റെ ഇടയിലും എത്രത്തോളം അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അതിലുപരിയായിട്ട് ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ ഞങ്ങൾ എന്തോ ഔദാര്യം പറ്റുന്നൊരു വിഭാഗമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാരും മാനേജ്മെന്റും ഞങ്ങൾ എത്തിച്ച് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ നീങ്ങിയപ്പോഴും ഇത്തരം ഒരു പണിമുടക്കിലേക്ക് ഞങ്ങൾ പോവില്ല, ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് പണിമുടക്ക് എന്നുള്ളത് ഞങ്ങളുടെ അവസാന ഒരു ആയുധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ പണിമുടക്കിലേക്ക് എത്തിയിരിക്കുന്നത്. 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. കെഎസ്ആർടിസി ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ കൃത്യമായി ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും മാസാവസാനമാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം. ജനം, കോഴിക്കോട്.